Hello all, how are you? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജീനെ പറ്റിയിട്ടും അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇനി അതിൻ്റെ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ്. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ കുട്ടികളുടെ ലേണിംഗ് ആണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ലേണിങ്ങിന് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന്, അതിന് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്ന ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമുക്ക് പ്രോബ്ലംസിലേക്ക് നോക്കാം. ഇപ്പം ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ലേണിംഗ് സെറ്റിങ്ങിൽ റിസർച്ച് നടത്താനും എങ്ങനെ കുട്ടികളെ എഫക്റ്റീവായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാം, അവർക്ക് എങ്ങനെ നോളജ് അറ്റൈൻ ചെയ്യിപ്പിക്കാൻ, അവരെ ലേൺ ചെയ്യിപ്പിക്കാനൊക്കെ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഇത്തരം റിസർച്ചുകളൊക്കെ ഒരുപാട് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരം റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇവരെ എങ്ങനെ പുതിയ ലേണിംഗ് ടെക്നിക്കുകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അത് വരുന്നത്, അതെങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, എഫക്റ്റീവായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ലേണിംഗ് സെറ്റിങ്ങിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്, അതിനെ പറ്റിയിട്ടും സ്റ്റഡി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത്തരം റിസർച്ചുകൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസാണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, പിന്നെ അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ അതിനെങ്ങനെ എഫക്റ്റീവായിട്ട് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് യൂസ് ചെയ്യാം അത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതെങ്ങനെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നടക്കുന്ന റിസർച്ചുകളും സ്റ്റഡീസൊക്കെ കാരണം നമുക്ക് ഒരുപാട് അത്തരം സ്റ്റഡീസ് കാരണം മനസ്സിലാവുന്നുണ്ട്, അത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുടെ മേജർ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എൻകറേജ് ചെയ്യുക, സ്കൂളുകളിൽ അവരെ ഫ്ലറിഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഗോളാണ് മേജറായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സും ഡിഫിക്കൽട്ടീസും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ചില കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ടി വരും. അപ്പോൾ അവരെ അതിൽ നിന്നും മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിന് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് UK, ഇംഗ്ലണ്ട്, വെയിൽസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ് കോഡ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ്, അതായത് കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാക്കിയിരിക്കണം, ഈ സെൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലൊക്കെ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം അതിന് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സെൻ കോഡ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലൊക്കെ സ്റ്റാർട്ടാവുന്നത്. സ്കോട്ട്ലാൻഡിൽ അതുപോലെ തന്നെ 2004 സെൻ എന്ന് പറയുന്നത് അഡീഷണൽ സപ്പോർട്ട് നീഡ്സ് ASN എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആക്കിയിട്ട് പേര് മാറ്റി. ഓൾമോസ്റ്റ് സെയിമനാണ് സാധനം, പക്ഷെ അവർ ജസ്റ്റ് പേര് മാറ്റിയെന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, സ്കൂളിലും ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾക്കും മാത്രമല്ല ലോക്കൽ അതോറിറ്റീസിനും പാരൻസിനും ഒക്കെ കൂടി ഇൻവോൾവിങ് ആയിട്ടുള്ളൊരു പ്ലാനാണ് അഡീഷണൽ സപ്പോർട്ട് നീഡ്സ് എന്ന് പറയുന്നത്, ഈ ASN എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ മനസ്സിലായോ, സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് കോഡ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് ഇംഗ്ലണ്ട്, വെയിൽസ് പോലെയുള്ള ചില UK കൺട്രീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സിസ്റ്റമാണ്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് എങ്ങനെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ളൊരു ഗൈഡ് ലൈനാണത്. അത് സ്കോട്ട്ലാൻഡിൽ അങ്ങനെ വേറെ UK കൺട്രീസ് ആയിട്ടുള്ള വേറെ കുറച്ച് കൺട്രീസിൽ അതിൻ്റെ പേര് ജസ്റ്റ് മാറ്റി അഡീഷണൽ സപ്പോർട്ട് നീഡ്സ് ASN എന്ന് പറഞ്ഞിട്ടാക്കി. അതുപോലെ തന്നെ അവർ സ്കൂളിൽ മാത്രമല്ല നമ്മൾ ലോക്കൽ അതോറിറ്റീസിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ ഒരു ഹെൽപ്പ് വേണമെന്നും പറഞ്ഞു. ഓക്കെ, സപ്പോർട്ടൊക്കെ വേണമെന്നും പറഞ്ഞു. ഓക്കെ, നമുക്ക് ഈ
സെൻ കോഡ് ഓഫ് പ്രാക്ടീസിൻ്റെ എങ്ങനെയൊക്കെയാണ്. സെൻ കോഡ് ഓഫ് പ്രാക്ടീസ് ഒരുപാട് ഇൻ്റർവെൻഷൻ പ്രോസസ്സുകളും ഗൈഡ് ലൈൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് സ്റ്റെപ്സൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓരോ കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ടും അവർ എങ്ങനെയൊക്കെയാണ് കുട്ടികളെ സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടും വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും മേജറായിട്ട് 3 ഫേസസിലാണ് കുട്ടികളെ എങ്ങനെ എന്താ പറയുക എന്തൊക്കെ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള മേജറായിട്ട് 3 ഫേസുകളാണുള്ളത്. സ്കൂൾ ആക്ഷൻ പ്ലാനിൽ പ്രൈമറി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് സ്കൂളിൽ തന്നെയാണ് നടത്തുന്നത്. ലൈക്ക് ടീച്ചേഴ്സ് ക്ലാസ്സിൽ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കും. ടീച്ചേഴ്സ് തന്നെയാണ് കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ഫേസിൽ ടീച്ചേഴ്സ് കുട്ടികളെ അവരുടെ ഡിഫിക്കൽട്ടീസ്, ലൈക്ക് ചില കുട്ടികൾക്ക് നമുക്കറിയാലോ, നമ്മളൊരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ക്ലാസ് റൂമിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. ചില കുട്ടികൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും, ചില കുട്ടികൾക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ചിലപ്പം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, മറ്റു കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ക്ലാസ് റൂമിൽ വെച്ചിട്ട് ടീച്ചേഴ്സ് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഈ സ്കൂൾ ആക്ഷൻ ഈ ഒരു ഫേസിൽ ടീച്ചേഴ്സ് തന്നെ എന്ത് ചെയ്യും, കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് കുട്ടികളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു ഐഡിയ ടീച്ചേഴ്സ് തന്നെ ഉണ്ടാക്കും. ക്ലാസ് റൂം ടീച്ചേഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ രീതിയിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ചില കുട്ടികളുടെ പ്രോബ്ലംസ് ടീച്ചേഴ്സിന് ഒന്നും കൂടി സ്പെഷ്യൽ അറ്റൻഷൻ കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അഡീഷണൽ ടീച്ചർ അറ്റൻഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചില കുട്ടികളുടെ പ്രോബ്ലമൊക്കെ മാറും. പക്ഷേ ചില കുട്ടികൾക്ക് കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ വേണ്ടി വരും. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ, അതായത് സ്കൂൾ ആക്ഷനിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, കുട്ടികളെ പഠിപ്പിക്കും. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് അത് റീച്ച് ആവില്ല. അപ്പം കുട്ടികൾക്ക് എന്ത് ചെയ്യും, ടീച്ചർ കുറച്ചും കൂടി സ്പെഷ്യൽ അറ്റൻഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു ഒന്നും കൂടെ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കും. പക്ഷേ എന്നിട്ടും കുട്ടിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ കുട്ടികളെ സ്കൂൾ ആക്ഷൻ പ്ലസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് അയക്കുക. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിൻ്റെ കോർഡിനേറ്ററും പിന്നെ അതുപോലെ തന്നെ കുറച്ച് എക്സ്റ്റേണൽ സപ്പോർട്ടൊക്കെയാണ് ഈ ഒരു ഫേസിൽ നടക്കുന്നത്. ലൈക്ക് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞുകൂടെ ഈ ലൈക്ക് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ സ്പെഷ്യലായിട്ട് അസസ് ചെയ്യുകയും ചെയ്യും. അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, അവരുടെ ആട്രിബ്യൂട്ട്സ്, അവർക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ അസസ് ചെയ്തിട്ട് അവർ ഒരു സ്പെഷ്യലായിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും, ഡിസൈൻ ചെയ്തിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് നോക്കും കുട്ടികളിൽ ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫൈൻ, അവർ ഈ ഒരു ഫേസിൽ നിർത്തും. എന്നിട്ടും അവർക്കൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒന്നും കാണുന്നില്ലെങ്കിൽ, ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ലെങ്കിൽ അവർ സ്റ്റാറ്റ്യൂട്ടറി അസസ്മെൻറ്റിന് വിധേയമാക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കുട്ടികളുടെ പ്രോബ്ലം എന്തൊക്കെയാണ്, അവർക്ക് അവരുടെ ഹിസ്റ്ററി, ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് സെൻ കോഡ് ഓഫ് പ്രാക്ടീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 3 ഫേസിൽ ഇറക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇതാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ 3 ഫേസ് ഉണ്ട്. സ്കൂൾ ആക്ഷൻ, അത് സ്കൂളിൽ വെച്ചിട്ട് തന്നെ ടീച്ചേഴ്സ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ആക്ഷൻ പ്ലസ്സിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകൾ ഇൻ്റർവെൻഷൻസ് നടത്തിയിട്ട് നോക്കും. എന്നിട്ടും അവർക്കൊരു തരത്തിലുള്ള ഭേദവും കാണുന്നില്ലെങ്കിൽ അവർ ഒന്നും കൂടി ഇൻഡെപ്ത് ആയിട്ട് അസസ് ചെയ്തിട്ട് അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള നീഡ്സൊക്കെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, നമുക്കിനി പ്രോബ്ലംസിലേക്ക് നോക്കാം. കോഗ്നിറ്റീവ് ഫങ്ഷന് വരുന്ന പ്രശ്നങ്ങൾ കാരണം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഡിഫിക്കൽട്ടീസ് അസോസിയേറ്റഡ് വിത്ത് കോഗ്നിറ്റീവ് ഫങ്ഷനിങ് ആണ്. അപ്പം രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കോഗ്നിറ്റീവ് ഫങ്ഷന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർവേസീവ് ലേണിംഗ് ഡിഫിക്കൽട്ടീസും സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസുമാണ്. ഓക്കെ, നമ്മൾ കോഗ്നിറ്റീവ് ഫങ്ഷൻ തന്നെ ആയതുകൊണ്ട് ഈ ഒരു പോർഷൻ്റെ അകത്ത്, അതായത് നമ്മൾ IQന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കുട്ടികളുടെ IQ നോക്കിയിട്ടാണ് അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്തൊക്കെയാണ്, അത് കാരണമാണോ ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ളതെന്ന് നോക്കുന്നത്. അപ്പം നമുക്കറിയാം IQ അല്ലേ, IQ നമ്മൾ എന്താ പറയുക, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെൻ്റൽ റീറ്റാർഡേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പെർവേസീവ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്
നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് റീട്ടാർഡേഷൻ, അതായത് 55 to 70 ഇടയിൽ IQ ഉള്ള കുട്ടികൾക്ക് മൈൽഡ് റീട്ടാർഡേഷൻ ഉണ്ടെന്നാണ് നമ്മൾ പറയാറ്. അപ്പം അത്തരം കുട്ടികൾക്ക് മോഡറേറ്റ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അവർക്ക് അക്കാഡമിക്കായിട്ട് എന്താ പറയുക, ഷൈൻ ചെയ്യാനും സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ മോട്ടോർ ആക്ടിവിറ്റീസിലൊക്കെ അവർക്ക് വളരെ വീക്കായിരിക്കും. അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതിനൊക്കെ അവർക്ക് ലേണിംഗ്, അതുപോലെ തന്നെ സ്കൂൾ അക്കാഡമിക് ആക്ടിവിറ്റീസിലും, പിന്നെ അതുപോലെ തന്നെ നമ്പേഴ്സിനെ പറ്റി പഠിക്കാനും ലിറ്ററസി, പിന്നെ ഓരോ കൺസെപ്റ്റിനെ പറ്റി പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്തരം കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് സ്കൂളിൽ അക്കാഡമിക് ലെവലിൽ മാത്രമായിരിക്കില്ല, കുട്ടികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലെവലിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പം ഇത്തരം കുട്ടികൾക്ക് ഇവരുടെ ഈ പ്രോബ്ലം കാരണം, അതായത് ഈ ഒരു മൈൽഡ് മെൻ്റൽ റീട്ടാർഡേഷൻ കാരണം അക്കാഡമിക് ലെവലിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അവർക്ക് ഈ സോഷ്യൽ സ്കിൽസ്, മറ്റുള്ളവരായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് സോഷ്യൽ സ്കിൽസിലും സെൽഫ് എസ്റ്റീമിലും വരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുവരെ കുറവായിരിക്കും. കോൺസിക്വൻസസ് ഒക്കെ അതിൻ്റെ കോൺസിക്വൻസസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും ഇത്തരം കുട്ടികൾ. സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IQയിലൊന്നും ഇത്തരം കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ കുറവൊന്നും ഉണ്ടാവില്ല. അവരുടെ ക്രോണോളജിക്കൽ ഏജിനനുസരിച്ചിട്ടുള്ള IQ അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ചെറിയൊരു കുറവ് ഒരു പോർഷനിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് വിളിക്കുന്നത്. അത് മേജറായിട്ട് 3 ടൈപ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്: ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ ആൻഡ് ഡിസ്പ്രാക്സിയ. ഓക്കെ, ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ലേണിംഗ് LDയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലാംഗ്വേജ് റീഡിങ്ങിനൊക്കെ സ്പെല്ലിങ്ങിനൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്പേഴ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഡെവലപ്മെൻറ്റൽ കോർഡിനേഷൻ ഡിസോർഡർ അല്ലെങ്കിൽ ക്ലംസി ചൈൽഡ് സിൻഡ്രോം എന്നും വിളിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾക്ക് മൂവ്മെൻറ്റ്, മോട്ടോർ കോർഡിനേഷനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് റെക്കഗ്നീഷനും ഒരു മൂവ്മെൻറ്റ് പ്ലാൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അവരുടെ സ്റ്റഡീസിനെയും അക്കാഡമിക് ബിഹേവിയറിനെയും എഫക്റ്റ് ചെയ്യും. അപ്പം ഇതാണ് കോഗ്നിറ്റീവ് ഫങ്ഷനിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളിൽ പഠിക്കാനുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഡിഫിക്കൽട്ടീസ് അസോസിയേറ്റഡ് വിത്ത് കോഗ്നിറ്റീവ് ഫങ്ഷനിങ്. അപ്പോൾ അത് 2 ടൈപ്പ് ഉണ്ട്: പെർവസീവ് ലേണിംഗ് ഡിഫിക്കൽട്ടീസും ഉണ്ട്, സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസും ഉണ്ട്. അപ്പോൾ അടുത്തത് ഡിഫിക്കൽട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, അക്കാഡമിക്കായിട്ട് മാത്രമല്ല. അപ്പം ഒരു കുട്ടിക്ക് ഒരു സോഷ്യൽ, ബിഹേവിയറൽ, ഇമോഷണൽ ഫങ്ഷനിൽ പ്രോബ്ലം ഉണ്ടാവണമെങ്കിൽ അക്കോർഡിംഗ് ടു UK ഗവൺമെൻറ്റ്സ് കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ്, അതായത് സെൻ കോഡ് ഓഫ് പ്രാക്ടീസ് പ്രകാരം ആ കുട്ടി ഐദർ വിഡ്രോൺ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അതായത് മറ്റുള്ള ഫ്രണ്ട്സൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടിയാവാം, അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് ബിഹേവിയറുള്ള കുട്ടിയാവാം, അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ്, കോൺസെൻട്രേഷൻ ലാക്ക് ഒക്കെ ചെയ്യുന്ന കുട്ടിയാവാം, അല്ലെങ്കിൽ ഇമ്മച്വർ സോഷ്യൽ സ്കിൽസ് ഉള്ള കുട്ടിയാവാം. അപ്പം ഡിഫിക്കൽട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ഇൻറ്റേർണലൈസിങ് ഡിസോർഡേഴ്സും എക്സ്റ്റേർണലൈസിങ് ആൻഡ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിഫിക്കൽട്ടീസും. ഓക്കെ, ഇൻറ്റേർണലൈസിങ് ഡിസോർഡേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഒക്കെ കാണിക്കുന്ന ഡിസോർഡേഴ്സ് ആണ് ഇൻറ്റേർണലൈസിങ് ഡിസോർഡേഴ്സ്. ലൈക്ക് എന്താ പറയുക, ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനത്തെ എന്താ പറയുക, അധികം അവർ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല ഇതെന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യുന്ന ചെറിയ കുട്ടികളെ പറ്റിയിട്ടാട്ടോ നമ്മൾ പറയുന്നത്. സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് തന്നെ സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ അത്തരം ഒരു ബിഹേവിയർ കാണുകയാണെങ്കിൽ ഭയങ്കര അലൂഫായിട്ടിരിക്കുക, ഫ്രണ്ട്ഷിപ്പൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരിക, അവർ ഭയങ്കര ആൻഷ്യസും ഡിപ്രസ്ഡൊക്കെ ആവുക, ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് വിഷമാവുക, അങ്ങനത്തെ ഒക്കെ ഓരോ ബിഹേവിയർ ആകുമ്പോൾ അവർക്ക് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും. മറ്റു കുട്ടികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വഴി അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെയും അത് ബാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഈ ഐസൊലേഷനിലായിരിക്കുമല്ലോ, ലൈക്ക് ഫ്രണ്ട്സിനൊന്നും അധികം ഫ്രണ്ട്സുമായിട്ടൊന്നും മിങ്കിളൊന്നും ആവാണ്ട് അവരിങ്ങനെ ഐസൊലേറ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് അവർക്ക് എന്താ പറയുക,
അത് കാരണവും പിന്നെയും വിഷമം വന്നിട്ട് പിന്നെയും ഫർദർ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റേർണലൈസിങ് ഡിസോർഡേഴ്സ്. പിന്നെ എക്സ്റ്റേർണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ലെവലായിട്ടുള്ള ഡിസോർഡേഴ്സ് ലൈക്ക് ഡീവിയൻസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ഡിസ്റ്റർബിങ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അവർ ഭയങ്കര എക്സ്ട്രാ ആയിട്ട് ഇമോഷൻസ് എക്സ്ട്രാ ആയിരിക്കും, അവരുടെ ആക്ടിവിറ്റീസ് എക്സ്ട്രാ ആയിരിക്കും, അങ്ങനത്തെയാണ് എക്സ്റ്റേർണലൈസിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. ADHD ഒക്കെ ഉള്ള കുട്ടികളൊക്കെ പോലെ. അപ്പോൾ അത്തരം കുട്ടികൾക്ക് പറഞ്ഞാൽ അവർ ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല, അവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അവരുടെ സ്റ്റഡീസിനെ, ക്ലാസ് റൂം ബിഹേവിയറിനെ ബാധിക്കും, അവരുടെ സോഷ്യൽ ഇമോഷണൽ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. അത് ഫ്രണ്ട്ഷിപ്പിന് വെച്ചാൽ മിക്ക കുട്ടികൾക്കും അല്ലേ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്കും ഭയങ്കര എന്താ പറയുക സോഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വഴി തന്നെ അവർക്ക് എന്താ പറയുക അക്കാഡമിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പം ഇതും ഒരു തരത്തിൽ നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇതാണ് മേജറായിട്ട് ബിഹേവിയറൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷനിങ്ങിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണം കുട്ടികളെ ലേണിങ്ങിന് എഫക്റ്റ് ചെയ്യുന്ന മേജർ പ്രോബ്ലംസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ ഡിഫിക്കൽട്ടി. ഓക്കെ, ഇനി അപ്പം നമ്മൾ നേരത്തെ നോക്കിയത് എന്താ പറയുക കൊഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കി, പിന്നെ അതുപോലെ തന്നെ ബിഹേവിയറൽ, ഇമോഷണൽ, സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കി. ഇനി നമുക്ക് കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ഉണ്ടാവുന്ന പ്രോബ്ലം കാരണം എന്തൊക്കെ ലേണിംഗ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവും നോക്കാം. അപ്പം സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനോ അല്ലെങ്കിൽ ലോ IQ കാരണോ അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ലാംഗ്വേജ് ഇമ്പയർമെൻറ്റിനെയാണ് സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് രണ്ട് തരത്തിലുണ്ടാവാം. രണ്ട് തരത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിഫിക്കൽറ്റി കാരണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ. ഓക്കെ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിഫിക്കൽറ്റി എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമുക്കറിയാമല്ലേ നമ്മളെ ലാംഗ്വേജിന് 5 സബ് സിസ്റ്റംസ് ഉണ്ട്. ഫോണോളജി, സിൻടാക്സ്, മോർഫോളജി, സെമാൻറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കുമല്ലോ. അപ്പം ഈ 5 സബ് സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒന്നിൽ പ്രോബ്ലം ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പിനേഷനിൽ പ്രോബ്ലം ഉണ്ടാവുക. ലൈക്ക് അവർക്ക് ലാംഗ്വേജിലൂടെ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഉള്ളിൽ എന്താണ് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് വരിക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ വേർഡ്സ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, സൗണ്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ വേർഡ്സിന് മീനിങ് അത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാവേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് മാർക്സ് സ്കോർ ചെയ്യാനും അവരുടെ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അവർ അക്കാഡമിക്കലി അവർക്ക് പുവർ പെർഫോമൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് പറയുന്നത് ഇവർക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ലാംഗ്വേജ് ഡിഫിക്കൽറ്റി കാരണം. ഓക്കെ, അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ലാസ്സിൽ വളരെ സ്ലോ ആയിരിക്കും. ഇത്തരം കുട്ടികളെന്ന് പറയുന്നത് അവർക്ക് ക്ലാസ്സിൽ ഒരുപാട് ടൈം എടുത്ത് മനസ്സിലാക്കി വേണ്ടി വരും അവർക്ക് പഠിക്കാനായിട്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർ ഒരുപാട് ടൈം എടുക്കും പഠിക്കാൻ വേണ്ടി. വേർബലായിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ നോൺ വേർബലായിട്ടുള്ള ടാസ്ക് ആയാലും ഇവർ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പഠിക്കാറ്. ഓക്കെ, അടുത്തത് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം കണ്ടീഷൻസ്. അത് നമ്മൾ ഓട്ടിസം പഠിച്ചതാണല്ലോ. അപ്പം ഓട്ടിസ്റ്റിക് സ്പെക്ട്രം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വേർബൽ, നോൺ വേർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർക്ക് പുവർ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുവർ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഓട്ടിസത്തിൻ്റെ സിവിയർ കേസസിൽ അവർക്ക് വേർബൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ സ്റ്റഡീസിനെ ബാധിക്കും. അത്തരം കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡിഫിക്കൽട്ടീസ് അസോസിയേറ്റഡ് വിത്ത് സെൻസറി ആൻഡ് ഫിസിക്കൽ നീഡ്സ്. അപ്പം സെൻസേഷനോ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസോ കാരണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലേണിംഗ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നോക്കുന്നത്. അപ്പം 3 തരത്തിലുണ്ട്: വിഷ്വൽ ഇമ്പയർമെൻറ്റ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. അപ്പോൾ വിഷ്വൽ ഇമ്പയർമെൻറ്റ് നമുക്കറിയാം, ക്ലാസ്സിലുള്ള ഏതെങ്കിലും കുട്ടികൾക്ക് വിഷ്വൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊരു റേഞ്ചാണ്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലം തൊട്ടിട്ട് ബ്ലൈൻഡ്നെസ് വരെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പം ചെറിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ടോ ഗ്ലാസസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലെൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തിട്ട് ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ബ്ലൈൻഡ്നെസ് പോലെയുള്ള അസുഖമാണെങ്കിൽ കുട്ടികൾക്ക് ലേണിങ്ങിൽ ടച്ച്
ടച്ചിങ് രീതിയിലുള്ള അല്ലെങ്കിൽ ബ്രെയിൽ ലിപി അങ്ങനത്തെ തരത്തിലുള്ള ഇൻ്റർവെൻഷൻസൊക്കെ കൊണ്ടുവരേണ്ടി വരും. അടുത്തത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത് ഹിയറിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ വിഷ്വലിനേക്കാൾ ഏറ്റവും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഹിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം കുട്ടികൾ ലാംഗ്വേജ് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ കിട്ടില്ല, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അവർക്ക് ക്ലാസ്സിൽ മിക്ക ക്ലാസ്സുകളും ഒഴിവുകളായിരിക്കില്ല. അപ്പം എന്താ പറയുക, അത്തരത്തിലുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ അറ്റൻഷനും ഏതെങ്കിലും ഡിവൈസസ് യൂസ് ചെയ്താൽ മാറാവുന്നതാണെങ്കിൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കേണ്ടത്. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ നീഡും അറ്റൻഷനൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ചെറുപ്പം മുതലേ ഹിയറിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേഷനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അടുത്തത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ചിലപ്പോൾ മോട്ടോർ ആയിരിക്കാം, മൂവ്മെൻറ്റ് റിലേറ്റഡ് അങ്ങനത്തെ ഡിസബിലിറ്റീസ് ലൈക്ക് അവർക്ക് സെറിബ്രൽ പാൾസി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ടാവാം. അപ്പം ഇത്തരം കുട്ടികളൊക്കെ ക്ലാസ്സിൽ മിക്കവാറും ഐസൊലേറ്റഡ് ആവാനും വിഡ്രോൺ ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലമും അവർക്ക് എഡ്യൂക്കേഷനിൽ ഉണ്ടായിരിക്കും ചിലപ്പം. അപ്പോൾ ഇതൊക്കെയാണ് മേജർ പ്രോബ്ലംസ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ലേണിങ്ങിന് ഫേസ് ചെയ്യേണ്ട മേജർ പ്രോബ്ലംസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസിലേക്ക് പോവാം. ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കൈൻഡ് ഓഫ് പ്രോസസ്സസ് ആണ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഇത്തരം കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് പോളിസീസ് ആണല്ലോ. അപ്പോൾ അവരുടെ ഓരോ ഇൻ്റർവെൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എക്സാമ്പിളിനായിട്ട്. അപ്പോൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയുടെയും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവർ ചെയ്യുന്നത്. UK ആ ഒരു ഏരിയയിലാണ് ഇതുള്ളത്. എന്താ പറയുക, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് അല്ലേ, നമ്മൾ നേരത്തെ നോക്കിയതല്ലേ. അപ്പം അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫുൾഫിൽ ചെയ്യാനാണ് ഈ ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് അവർക്ക് പ്ലാൻ ചെയ്യാനും അവരെ അതിന് വേണ്ടിയിട്ട് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും, അതായത് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനുള്ള കുട്ടികളെ മെയിൻ സ്ട്രീം ക്ലാസ്സസിലേക്ക് കൊണ്ടുവരാനും സോഷ്യലായിട്ടും അക്കാഡമിക് ആക്ടിവിറ്റിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനും ഒക്കെ കുട്ടികളെ, അതായത് നോർമലായിട്ടുള്ള കുട്ടികളുടെ കൂടെ തന്നെ കൊണ്ടുവരാനൊക്കെ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇൻ്റർവെൻഷൻസ് നമ്മുടെ ഓരോ സ്റ്റുഡൻസിൻ്റെ അവരുടെ നീഡ്സിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഏത് ഇൻ്റർവെൻഷൻസ് ഏത് സപ്പോർട്ട് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ മുമ്പിൽ വന്നിരിക്കുന്ന കുട്ടിയുടെ നീഡ്സും അവരുടെ ഡിഫിക്കൽട്ടീസും ഒക്കെ അനുസരിച്ചിട്ട് ഡിഫർ ചെയ്യും. അപ്പോൾ നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് സെന്നിൻ്റെ, അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസ് ആണ്. വേസ് ഓഫ് ഇൻ്റർവെൻഷൻ ഒരു 3 ടൈപ്പ് മോഡൽ ഓഫ് ഇൻ്റർവെൻഷൻ ആണ്. കുട്ടികളുടെ ലേണിങ്ങിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് എന്ന് പറയാം. ഓക്കെ, അതൊരു 3 ടൈഡ് അല്ലെങ്കിൽ 3 ഫേസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ പ്രോഗ്രാമാണ്. വേവ് 1, വേവ് 2, വേവ് 3. വേവ് 1 യൂണിവേഴ്സൽ, വേവ് 2 ടാർഗറ്റഡ് ആൻഡ് വേവ് 3 സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പം യൂണിവേഴ്സൽ ഫേസിൽ ക്ലാസ് റൂമിൽ ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ തന്നെ പ്രോപ്പർ ക്ലാസ് കൊടുക്കുന്നു, കരിക്കുലം ലെസൺസ് കൊടുക്കുന്നു, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ക്ലാസ് റൂമിൽ അതേപോലെ ചെയ്യുന്നു, ജനറൽ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനുശേഷം ചില കുട്ടികൾക്ക് അതിൽ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ക്ലാസ് റൂമിൽ ചില കുട്ടികൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ട്, അതാണ് വേവ് 2 ടാർഗറ്റഡ്. ഓക്കെ, അവരെ ടാർഗറ്റ് ചെയ്തിട്ട് സ്മോൾ ഗ്രൂപ്പ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഡിഫിക്കൽട്ടീസിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പ്രോഗ്രസ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവരെ മറ്റുള്ള ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളുടെ ആ ഒരു ലെവലിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിക്കും. മനസ്സിലായി? യൂണിവേഴ്സൽ ലെവലിൽ നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് സാധാ പോലെ ക്ലാസ് എടുക്കും, കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കും. അതിൽ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്ക് ഒന്നുകൂടെ സപ്പോർട്ട് കൊടുത്ത് അവരുടെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രോഗ്രസ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാം. അവരുടെ ആ ഒരു ലെവലിലേക്ക്, മറ്റു ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ ലെവലിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് സെക്കൻഡ് ഫേസിൽ, ടാർഗറ്റഡ് ഫേസിൽ.
എന്നിട്ടും ചില കുട്ടികൾക്ക് ഡിഫിക്കൽട്ടീസ് കാണുകയാണെങ്കിൽ അവർ സ്പെഷ്യലായിട്ട് ഒരു സപ്പോർട്ട് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ലൈക്ക് സൈക്കോളജിസ്റ്റോ അങ്ങനത്തെ സപ്പോർട്ട് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് അവരുടെ സിവിയർ ഡിസബിലിറ്റീസ് ലൈക്ക് ഇറ്റ് ക്യാൻ ബി ഹിയറിംഗ് പ്രോബ്ലമോ വിഷ്വൽ പ്രോബ്ലമോ അങ്ങനത്തെ എന്തെങ്കിലും സിവിയർ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ 3 ഫേസിലുള്ള ഇൻ്റർവെൻഷൻ പ്രോഗ്രാമാണ് വേവ്സ് ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ, IEP. ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ UK മിക്ക കൺട്രീസിലും ഉള്ള ഒരു പ്രോസസ്സാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചൈൽഡിനും ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ ആയിരിക്കും. അവരുടെ എന്താ പറയുക പ്രോബ്ലത്തിനനുസരിച്ചിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്ട്രെങ്ത്തും അവരുടെ വീക്ക്നെസ്സസും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോ ചൈൽഡിനും എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞതിന് ശേഷം അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ടാർഗറ്റും പ്ലാനും സെറ്റ് ചെയ്തിട്ട് അവരത് അച്ചീവ് ചെയ്യുക. അത് എങ്ങനെയാണ് അവരുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് നോക്കുന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ടോ, അവരുടെ പ്രോഗ്രസ്സിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ വാല്യൂ ചെയ്തതിന് ശേഷം പാരൻസും ഗ്രൂപ്പ് മീറ്റിംഗ്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ പാരൻസിനായിട്ട് ഗ്രൂപ്പ് മീറ്റിംഗ്സിലോ അല്ലെങ്കിൽ ടെലിഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോംവർക്ക് അസൈൻമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് പാരൻസിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ. അപ്പോൾ ഇതൊക്കെയാണ് മേജർ എക്സാമ്പിൾസ് ഓഫ് ഇൻ്റർവെൻഷൻസ്. അപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് വരാണ്, ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഇൻ്റർവെൻഷൻസ്, എഡ്യൂക്കേഷൻ ഇൻ്റർവെൻഷൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, എന്തൊക്കെയാണ് നമ്മൾ മേജർ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് എന്നതിനെ പറ്റി ജസ്റ്റ് ഒരു റെഫർ ചെയ്ത് ഒരു പ്രൊജക്റ്റ് പോലെ വേണ്ട ഒരു അസൈൻമെൻറ്റ് പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് എന്നുള്ളതൊന്ന് നോക്കി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.